എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റൈറ്റിലേക്ക് സ്വാഗതം. മകയിരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിൽ കണ്ട് നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മകയിരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം തന്നെ സ്ട്രെങ്ത് കാർഡ്, 3 of Cups, Queen of Wands, Wheel of Fortune, Knight of Swords, 8 of Swords. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ സ്ട്രെങ്ത് കാർഡ് ആൻഡ് നൈറ്റ് ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു സമയം, ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായിട്ടുള്ള പഴി കേൾക്കാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതായത് ചെയ്യാത്ത തെറ്റിന്, ചെയ്യാത്ത കുറ്റത്തിനുള്ള പഴി കേൾക്കാനുള്ള സാഹചര്യം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾ ശ്രമിച്ചാൽ അവഗണിക്കാവുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. അതായത് നമ്മൾ ചില സാഹചര്യങ്ങളിലൊക്കെ മറ്റ് രണ്ട് പേര് നമ്മൾ പറയുള്ളൂ, വേറെ ആളുകൾ തമ്മിലുള്ള ചർച്ചയോ വേറെ ആളുകൾ തമ്മിൽ വഴക്കുകളോ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഓഫീസ് അന്തരീക്ഷത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓഫീസ് സിറ്റുവേഷനിൽ അങ്ങനെ ഒരു സാഹചര്യം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് എന്താണ് സംഭവിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടാനേ പോകാതിരിക്കുക. അവിടെ ചെന്ന് നിങ്ങൾ ആ സൈഡിൽ നിൽക്കുകയോ മറ്റോ ചെയ്താലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നോ രണ്ടോ കാര്യം ചോദിച്ചിട്ട് തിരിച്ചു പോന്നാൽ പോലും അത് നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പോയത് കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്കേ പോകാതെ നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കുക. അല്ലാതെ പക്ഷം ഈ വേണ്ടാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടി വരും ജോലി സംബന്ധമായിട്ട്. പിന്നെ പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ടുള്ള സാഹചര്യത്തിലും എന്തെങ്കിലും ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റാണ് നിങ്ങൾ, അല്ലെങ്കിൽ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടോ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള സാമൂഹികമായിട്ടുള്ള എന്തിൻ്റെങ്കിലും ഭാഗമായിട്ട് നിലനിൽക്കുന്ന സംഘടനയുടെ ഭാഗമായിട്ടൊക്കെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുക. അല്ലാത്ത പക്ഷം നിങ്ങളായിട്ട് ഒത്തുതീർപ്പാക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ സംഘടനയുടെ അടുത്തേക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അസോസിയേഷൻ്റെ ഭാഗമായിട്ട് ഫിലിം ഫീൽഡിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സിനിമ മേഖലയിൽ, സീരിയൽ മേഖലയിലൊക്കെ നിൽക്കുന്നവർ, കലാപരമായിട്ടുള്ള ഇതിൽ നിൽക്കുന്നവർ, എന്തെങ്കിലും സംഘടനയുടെ ഭാഗമായിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു മുഖ്യ ആ ഒരു ഒത്തുതീർപ്പാക്കുന്ന ആ ഒരു ഇതിൽ നിൽക്കുന്ന നിങ്ങൾ എന്തിൻ്റെങ്കിലും സെക്രട്ടറിയോ പ്രസിഡൻറ്റോ അതുപോലത്തെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒറ്റയ്ക്കൊരു ഇതിൽ പോയിട്ട് എന്തെങ്കിലും സംസാരിക്കാനോ ചർച്ച ചെയ്യാനോ ഒന്നും പോകാതിരിക്കുക. അത് ഒഫീഷ്യലായിട്ടുള്ള രീതിയിൽ ചർച്ചയ്ക്ക് എടുക്കുകയാണ് എങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുന്ന സിറ്റുവേഷനിൽ മാത്രം സംസാരിക്കുക. അല്ലാത്ത പക്ഷം, അതായത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മാത്രം. ഓഫീസ് അന്തരീക്ഷത്തിലാണെങ്കിലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്താൽ തീർച്ചയായിട്ടും അതിൽ അനാവശ്യമായിട്ടുള്ളൊരു ഇതിലൊന്നും പെട്ട് പോകാതെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോവാം. അതേപോലെ തന്നെ ഇവിടെ പറയാനുള്ള മറ്റു കാര്യം എന്ന് വെച്ചാൽ, കുറച്ചൊരു ഡിപ്രഷൻ, അല്ലെങ്കിൽ മറ്റാളുകൾ പറയുന്നത് നിങ്ങൾ ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ മറ്റാളുകൾ പറയുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കാം. അപ്പോൾ അവർ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയതായിരിക്കും, നിങ്ങൾ അത് മുഴുവൻ ആലോചിച്ച് രാത്രി മുഴുവൻ ഇരിക്കുന്നൊരു സിറ്റുവേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹാദേവനെ ആരാധിക്കുക, ശിവനെ ആരാധിക്കുക ഈ ഒരു മാസം എന്ന് പറയാൻ. പിന്നെ മഹാദേവൻ ശിവന് ധാര കഴിപ്പിക്കുന്നത് നല്ലതായിരിക്കും. മെഡിറ്റേഷൻ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർ ഇപ്പോൾ സെയിൻറ്റ് ജോർജ് പുണ്യാളനെ പള്ളിയിൽ പോകുന്നതോ, എന്തെങ്കിലും ഒരു മെഴുകുതിരി കത്തിക്കുക, എന്തെങ്കിലും നിങ്ങളായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്യുന്നത് നല്ലതായിരിക്കും. മനസ്സിനൊരു ദൃഢത, മനസ്സിനൊരു ശക്തി നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ അധികം ഒറ്റയ്ക്കിരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാളാണെങ്കിലും കുറച്ച് സമയമൊക്കെ പുറത്ത് പോവല്ല, കുറഞ്ഞ പക്ഷം, അതായത് നേച്ചറിലെങ്കിലും, വെളിച്ചമുള്ളിടത്തേക്ക്, നല്ല ഫ്രഷ് എയർ ഉള്ളിടത്തെങ്കിലും പോകാനായിട്ട് ശ്രമിക്കുക. അധികം ആളുകൾ താല്പര്യമില്ലാത്തവരാണെങ്കിൽ. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ സമയം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ കാര്യത്തിൽ വലിയ തിരക്കേടില്ല, അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ സുഹൃത്തുക്കളുമായിട്ട് ചേർന്നിട്ടുള്ള ചില യാത്രകൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇങ്ങനെയുള്ള യാത്രകൾ അഥവാ പോവുകയാണ്, സുഹൃത്തുക്കളുമായിട്ട് യാത്രകൾ പോവുകയാണ്, പ്രത്യേകിച്ച് സാഹസിക യാത്രകളൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ
അവർ പറഞ്ഞു ഇവർ പറഞ്ഞു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ആളാവാനൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ പ്രായത്തിനും നിങ്ങളുടെ ആരോഗ്യത്തിനും നെഗറ്റീവായിട്ട് വരുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. പ്രായത്തിന് ഒതുങ്ങുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ 3 ഓഫ് കപ്സ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ എനർജിയാണ്. ഒത്തിരി ആഘോഷങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒത്തിരി ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ആരുടെയെങ്കിലുമൊക്കെ ബർത്ത്ഡേ ആയിട്ട് മിക്കവാറും ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം ഉണ്ടാവാം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കല്യാണങ്ങൾ, ഒത്തിരി ഇതുപോലുള്ള ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് അറ്റൻഡ് ചെയ്യാനും മറ്റൊക്കെ പറ്റുന്നുണ്ട്. വിവാഹവും കാര്യങ്ങളൊക്കെ ആവാം. അതേപോലെ തന്നെ സെലിബ്രേഷൻ്റെ സമയമാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സന്തോഷം തരുന്ന എന്തെങ്കിലും സന്തോഷ വാർത്തകൾ, ഗുഡ് ന്യൂസ് കേൾക്കുന്നതും ആവാട്ടോ. അപ്പോൾ ആ ഗുഡ് ന്യൂസ് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാവാൻ ചാൻസസ് ഉണ്ട്. കാരണം സാമ്പത്തികവും നിങ്ങളുടെ ഔദ്യോഗിക മേഖലയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് ധനലാഭം ഉണ്ടാകുന്ന സിറ്റുവേഷൻ ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കരിയറിൽ ഒത്തിരി ഉയർച്ച ഉണ്ടാകുന്നുണ്ട് ജോലി സംബന്ധമായിട്ട്. അപ്പോൾ ജോലിയിൽ ഉയർച്ച ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പ്രൊമോഷൻ ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ടെമ്പററി ആണെങ്കിൽ പെർമനൻ്റ് ആയിട്ടാവാം. ഇതൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങൾ എന്താണ് നല്ല സാധ്യതകൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്, നല്ലൊരു അവസരമാണ്. അപ്പോൾ വിദേശത്ത് പോകാനുള്ള അവസരം കാണിക്കുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് വിദേശത്തേക്ക് പോകാനുള്ള സാഹചര്യം, പ്രത്യേകിച്ച് IT മേഖലയിലോ അതുപോലുള്ള മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് കമ്പനിയിൽ നിന്ന് വിദേശത്തേക്ക് വിടുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസരമുണ്ട്. പിന്നെ മറ്റെന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള അവസരമുണ്ട്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ അവസരം പാഴാക്കാതിരിക്കാൻ നല്ലൊരു അവസരമാണ്. സാധ്യതകൾ ഒക്കെ വളരെ നന്നായിട്ട് തെളിഞ്ഞു കാണുന്നുണ്ട്. സാമ്പത്തികപരമായിട്ടും നല്ലൊരു സമയം തന്നെയാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നു. അതേപോലെ 3 ഓഫ് കപ്സ് ആൻഡ് 8 ഓഫ് സോർഡ്സ് എനർജി സിറ്റുവേഷനാണ്. നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. പൊതുവേ ഇപ്പോൾ അടുത്തിടയ്ക്കായിട്ട് എല്ലാം സ്ലോ ആയിരുന്നെങ്കിൽ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഒരു കാര്യം, കർമ്മഫലം എന്ന് നമ്മൾ പറയുമല്ലോ, കർമ്മഫലത്തിൻ്റെ ഒരു സാഹചര്യം കാണുന്നു. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടും കരിയർ ഗ്രോത്തും അതുപോലുള്ള സിറ്റുവേഷൻ ഉണ്ട്. ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ തിക്താനുഭവങ്ങൾ ഉണ്ടാകും. നിങ്ങളോട് അവരെന്താണോ ചെയ്തത് അതുപോലുള്ള ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമാണ്. അതുപോലെ ചില ആളുകളെ സംബന്ധിച്ച് ഇങ്ങനെ നിങ്ങളോട് തെറ്റായി പെരുമാറിയിട്ടുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് വന്ന് നിങ്ങളോട് മനസ്സറിഞ്ഞ് മാപ്പ് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവാം നിങ്ങളുടെ ലൈഫിൽ. എല്ലാവരുടെയും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. എന്നിരുന്നാലും ഒരു ജനറൽ ആയിട്ടുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ സർക്കാർ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട്. പൊതുവേ നിങ്ങൾ സർക്കാർ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി സമയം എടുത്തിട്ടാണെങ്കിൽ അത് വളരെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിൽക്കുന്ന മേഖലയിൽ അല്ലെങ്കിൽ വളരെ എന്താ പറയുക, ഒരു സെലിബ്രിറ്റി ആ ഒരു ഇതിൽ നിൽക്കുന്ന തലത്തിലുള്ള ആളുകളുമായിട്ടൊക്കെ നല്ല ബന്ധം സ്ഥാപിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ്. പിന്നെ സ്കൂള്, കോളേജ്, അതുപോലെ ഇങ്ങനെയുള്ള മേഖലകളിൽ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവരായിക്കൊള്ളട്ടെ, ഇപ്പോൾ ടീച്ചേഴ്സും ലെക്ചറർ, പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നു, അതുപോലുള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസപരമായിട്ട് ഇനിയും മുന്നേറാൻ പറ്റുന്നു. കരിയറിലും ഒത്തിരി മുന്നേറ്റം കാണിക്കുന്നൊരു സമയമാണ് എന്നുള്ളതും കാണിക്കുന്നുണ്ട്. പഠിത്തം ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയവർക്ക് ഇനിയും പഠിക്കാനുള്ളൊരു അവസരവും ഈ ഒരു മാസം നിങ്ങൾക്കായിട്ട് ഒരുക്കി തരുന്നുണ്ട്. അതേപോലെ ക്യൂൻ ഓഫ് ഫോൺസ് ആൻഡ് നൈറ്റ് ഓഫ് സോർഡ്സ് എനർജിയാണ്. കലാപരമായിട്ടുള്ള കഴിവുകളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കലാപരമായിട്ടുള്ള കഴിവുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനും ഒക്കെയുള്ള ഒരു അവസരം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഒത്തിരി നല്ല നല്ല സാധ്യതകൾ നൽകുന്ന ഒരു മാസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് എല്ലാ കാര്യത്തെയും നോക്കി കാണുന്നൊരു സമയമാണെന്ന് പറയാം. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ളതും ഒത്തിരി സന്തോഷം തരുന്നൊരു കാര്യമാണ് എന്നുള്ളതാണ്. പിന്നെ ഈ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് എനർജി സിറ്റുവേഷൻ ഉണ്ട്. ഈവൻ ദോ നൈറ്റ് ഓഫ് സോർഡ്സ് എനർജി ആണെങ്കിൽ കൂടിയും വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് നൈറ്റ് ഓഫ് സോർഡ്സ് എനർജി സിറ്റുവേഷൻ
പുതിയ തുടക്കം, സാമ്പത്തികമായിട്ട് എന്തോ തുടങ്ങുന്ന കാര്യം, സാമ്പത്തികം നിങ്ങളിലേക്ക് എത്താൻ ഉതകുന്ന തരത്തിൽ പുതിയതായിട്ട് എന്തെങ്കിലും ചിലപ്പോൾ ബിസിനസ് ആയിരിക്കാം, അതുപോലത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.